ഇന്ന് ശരിക്കും പെട്ട ദിവസമായിരുന്നു നമ്മുടെ ട്രാവൽ വ്ളോഗിൽ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാണ് പോകുന്നത് താജ്മഹൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഡ്രൈവർ നമ്മളെ ചതിച്ചു. അതായത് നമുക്കൊരു കവർ പോലും മുകളിലിടാൻ വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ സത്യം പറഞ്ഞാൽ ഇന്നലെ തുടങ്ങി ഭയങ്കര മഴയായിരുന്നു. ഡ്രൈവർക്ക് അറിയായിരുന്നു മഴയായിരുന്നു, പക്ഷേ ആൾ കൊടുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പെട്ടി, അതായത് എൻ്റെ പെട്ടി ഫുള്ള് നനഞ്ഞു. കാരണം എൻ്റെ പെട്ടിയുടെ മുകളിൽ കോട്ടൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഡ്രസ്സ് ഇറങ്ങി ഭയങ്കര പാടായിരുന്നു. എല്ലാവരും ഭയങ്കര ഡെസ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താജ്മഹൽ കാണാൻ മുമ്പ് ഇടാനായിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ അതിലുണ്ടായിരുന്നു. അതൊക്കെ നനഞ്ഞു കേട്ടോ. ഞാൻ ഭയങ്കര സങ്കടമായി എനിക്ക്. പക്ഷേ കാര്യമില്ല. എന്നിട്ട് ഞങ്ങൾ ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. രാവിലത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ പറയണ്ട. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷീറ്റ് മേടിച്ചിട്ട് മുകളിൽ കിട്ടി. എന്നാലും കാര്യമില്ല, കാരണം ഇത്രയും മഴ നനഞ്ഞില്ല. അങ്ങനെ നമ്മൾ ആഗ്രയിലെത്തി. മഴ തകർത്ത് പെയ്യാണ്. അങ്ങനെ ഞങ്ങൾ 2-3-4 ദിവസമായിട്ട് ഫുഡൊന്നും ശരിയാവാണ്ടേ. നമ്മുടെ നാട്ടിലത്തെ ഫുഡ് നമുക്ക് അവിടെ കിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു മലയാളി ഹോട്ടൽ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ അവിടെ ആകെ ബിരിയാണി മാത്രമേ ഉള്ളൂ, ഊണൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ അതൊക്കെ കഴിച്ച് ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തു. ഞാനും സബീനയും കൂടി. അങ്ങനെ ഞങ്ങൾ നേരെ എന്താ പറയുക ഒരുങ്ങി. അപ്പം ഞാനിട്ടിരിക്കുന്നത് ഫുള്ള് ബ്ലാക്കും, നമ്മുടെ ഫാമിലി സബീനയുടെ ഫാമിലി ഫുള്ള് വൈറ്റും ആയിരുന്നു പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടം, നിങ്ങൾക്ക് അറിയണതല്ല. വൈറ്റ് ആണെങ്കിൽ പിന്നെ ഞാൻ ഇടില്ല ഡ്രസ്സ്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുക്കാൻ. അങ്ങനെ ഞങ്ങളിതേ ഒരുങ്ങി നമ്മൾ നേരെ നമ്മുടെ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇതേ പോവാം. പാറുകുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, എന്തിനോക്കെ കരയുണ്ട്. അങ്ങനെ അവിടെ നമ്മുടെ ആഗ്രയിലെത്തി. നമ്മൾ നേരെ ഇതേ പോവാട്ടോ, ഒരു ചെറിയൊരു വണ്ടി പോലത്തെ റിക്ഷ പോലത്തെ വണ്ടിയിൽ. അങ്ങനെ നമ്മളവിടെ എത്തി. നമ്മൾ താജ്മഹലിലെത്താണ്. ഞാൻ 2ാമത്തെ തവണ കാണുന്നത് കേട്ടോ. സബീന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവളുടെ സ്വപ്നമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ പ്രൊസീജിയർ ഉണ്ടല്ലോ, ബാഗ് കൊണ്ടുപോകാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഫൈനലി നമ്മളെത്തി നമ്മുടെ താജ്മഹൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണണം കേട്ടോ. നമ്മുടെ എന്താ പറയുക, അവിടെ ചെന്നൊരു പ്രത്യേക ഒരു ഫീലാണ്, എന്താ പറയുക, ഭയങ്കര ഒരു മനസ്സിനൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ അവിടെ ചെന്ന് ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു. പാറുവാണെങ്കിൽ എന്താണെന്ന് അറിഞ്ഞൂടാ ഭയങ്കര വാശിയായിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് പോരണ വരെ വാശിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പോരാൻ നേരത്താണ് ഒന്ന് ചിരിച്ച് കണ്ടത്. എൻ്റെ ദൈവമേ. അങ്ങനെ ഞാൻ പിള്ളേരൊക്കെ ഭയങ്കര എന്താ പറയുക വാശിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മൂഡ് ഗ്ലൂമി ആയിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്രയും തിരിച്ച് ഡൽഹിക്ക് പോവാണ്. നാളെ ദിവസം നമുക്ക് സരോജിനി മാർക്കറ്റൊക്കെ കറങ്ങി നമ്മൾ നാളെ വൈകുന്നേരം ട്രെയിൻ കയറും കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷമൊക്കെ ആയിട്ട് കാണാം.